ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഗൗതം വാസുദേവ് മേനോൻ്റെ സ്റ്റോറിയാണെന്ന് തോന്നുന്നു. പക്ഷെ തിരക്കഥയിൽ എനിക്ക് തോന്നുന്നു നീരജ് രാജൻ, സൂരജ് രാജൻ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തതായിരിക്കാം. അപ്പോൾ 2 ഫാക്ടേഴ്സാണ് ഈ മൂവിയോടുള്ളൊരു അട്രാക്ഷൻ. ഒന്ന് ആൻഡ് ഓൺലി GVM ഗൗതം വാസുദേവ് മേനോൻ, പിന്നെ രണ്ടാമത് മമ്മൂട്ടി കമ്പനി ആൻഡ് മമ്മൂട്ടി. അപ്പോൾ മമ്മൂട്ടി തന്നെ അത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് സംതിങ് സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളൊരു ഫീലുണ്ട്. ഈവൻ ഇതിൻ്റെ ട്രയലർ കട്ട്സ് തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമയൊന്നും അല്ലെന്ന് മനസ്സിലായി. കാരണം പൊതുവേ നമ്മൾ ഗൗതം വാസുദേവ് മേനോനെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ബഡ്ജറ്റ് തമിഴ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഞാനൊരു സിനിമ കണ്ടിട്ട് ആദ്യമായിട്ട് ഇതിൻ്റെ സംവിധായകനാരെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ചിലപ്പോൾ GVM അത് കാക്കയുടെ ഡയറക്ടർ. ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റൈല്, ആ ഒരു വേവ് സ്റ്റോറി ടെല്ലിങ്, ഇന്ന് നമ്മൾ ആ സിനിമ കണ്ടാലും നമുക്ക് എന്തോ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഒരു 15 വർഷം മുന്നിലുള്ള സിനിമ, അന്ന് ആ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ആൾ ഒരു 20 വർഷം മുന്നിൽ ചിന്തിച്ചിരുന്നു. ഇതിൻ്റെ ആ ഒരു വേവ് പ്രൊഡക്ഷൻ ആയിരുന്നാലും ദ വേ they handle the camera. ഇപ്പോഴും ആ സിനിമയുടെ പല ഷോട്ടുകളും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത്രയ്ക്ക് നല്ല ഗംഭീരമായിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. ആ സിനിമ നല്ല പൊതുവേ GVMൻ്റെ സിനിമാസിനെല്ലാം ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് അതൊക്കെയായിരുന്നു ഈ സിനിമയ്ക്കകത്തുള്ള പ്രതീക്ഷ. പക്ഷേ ഈ സിനിമ തുടങ്ങി ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടിയുടെ ആക്ടിങ് ആണ്. കാരണം ഇതിനകത്ത് മമ്മൂട്ടിയെ ഒരുപാട് യങ് ആക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ കറക്റ്റ് ഏജിലുള്ള ഒരു ക്യാരക്ടറാണിത്. ഒരു പക്ഷേ കറക്റ്റ് ഏജ് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസിലുള്ളൊരു ഏജിങ് ഒക്കെ ആയിരുന്നാലും ഈ കഥാപാത്രത്തിനെ നന്നായിട്ട് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് പുള്ളിപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം നന്നായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും ഈ ഒരു കഥാപാത്രത്തിനോട് നമുക്ക് തന്നെ ഒരു ചെറിയ സ്നേഹം അങ്ങ് തോന്നിപ്പോകും തുടക്കത്തിൽ തന്നെ. എന്നാൽ തുടക്കത്തിൽ ഇതിൻ്റെ തിരക്കഥയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ആ ഒരു ടെമ്പോയിലോ ഒക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇങ്ങനെയാണ്, ഇത്രയും ഫ്ലാറ്റായിട്ടാണ് സിനിമ പോകാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സുഖമായിരിക്കില്ല എന്നൊരു തോന്നൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഈ സിനിമ അങ്ങോട്ട് മാറാൻ തുടങ്ങി. ഇതിനകത്ത് ലീഡായിട്ടുള്ള ഒരു ആക്ട്രസിനെ എടുത്താൽ തന്നെ പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസ് പോലും നമുക്ക് പലയിടത്തുമൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് അല്ലാതെ തോന്നും. പക്ഷെ പിന്നെ ആ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ട് ഈ ക്യാരക്ടറിനെ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് തന്നെ ഒരു സസ്പെക്റ്റൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. സിനിമയുടെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്ക് ആ ലേഡി ക്യാരക്ടറിന് എന്തുകൊണ്ട് അവർക്ക് കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ കിട്ടും. പിന്നെ ആ ഒരു ഇനിഷ്യൽ ഫേസിൽ ഒരു സെക്കൻഡ് ഹാഫ് വരെ വളരെ ഫ്ലാറ്റായിട്ട് പോകുന്ന സിനിമ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴാണ് കുറച്ച് ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഒരു പീക്കിലോട്ട് എത്തുന്നത്. തിരക്കഥയിൽ എനിക്ക് ആദ്യമൊക്കെ വളരെ ഫ്ലാറ്റായിട്ട് തോന്നിയെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും സിനിമ പോണതെന്ന് തന്നെ പലപ്പോഴും തോന്നിയെങ്കിലും പിന്നെ സിനിമയ്ക്ക് ഒരു എനർജി വന്നു. അപ്പോഴത്തേക്ക് സിനിമ അങ്ങ് മാറി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മമ്മൂട്ടി എന്ന ആക്ടറുടെ ഒരു പെർഫോമൻസ് ലെവലാണ്. അതായത് വളരെ സിമ്പിളായിട്ട് പോകുന്നൊരു സിനിമയാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസും വളരെ നാച്ചുറലായിട്ട് ആ കഥാപാത്രത്തിനെ കൊണ്ടുപോകുന്ന ആ ഒരു ശൈലിയൊക്കെ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ അങ്ങനെ പിടിച്ചിരുത്തും. കാരണം ആ ഒരു കഥാപാത്രമാണ് ഈ സിനിമയെ കൊണ്ടുപോകേണ്ടത്. അതിനിടയിൽ കുഞ്ഞു കുഞ്ഞ് കോമഡി, അത് കോമഡി ആയിട്ടല്ല, വളരെ നാച്ചുറലായിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കുറച്ച് തമാശകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നന്നായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ അവിടെയാണ് ഇത് മമ്മൂട്ടി കമ്പനി എടുക്കാനും അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു കഥാപാത്രത്തിന് ചെയ്യാനും അല്ലെങ്കിൽ GVM ആദ്യമായിട്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താനും ഒക്കെ ഉണ്ടായ ഒരു കോയിൻസിഡൻസ് ചിലപ്പോൾ അവിടെ ആയിരിക്കാം. കാരണം ഈ കഥാപാത്രം മമ്മൂട്ടി കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ആര് ചെയ്താലും ഇത്രയും ഒരു നാച്ചുറൽ എഫക്റ്റ് ഈ കഥാപാത്രത്തിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നതായിരുന്നു നോക്കട്ടെ, അങ്ങനെയൊന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടില്ല. കാസ്റ്റ് ആൻഡ് ക്രൂ ദർബുക ശിവ, ഇത് മലയാളിയല്ല ചെയ്തതെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരു വെസ്റ്റേൺ എല്ലാം കൂടെയൊക്കെ ഒരു അവിയൽ പോലെ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ഒട്ടും അങ്ങോട്ട് ആ സീൻസിനെ ഒന്നും അത്രത്തോളം എലിവേറ്റ് ചെയ്ത് എനിക്ക് തോന്നിയില്ല. എങ്കിലും ഓക്കെ, ഒരു പാട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരു ഡാൻസ് കൊറിയോ ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു, അത് കൊള്ളായിരുന്നു. അത് നമ്മളൊരു മലയാള സിനിമ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് എക്സ്പീരിമെൻറ്റ്സ് ഒക്കെ ഇപ്പോഴുള്ള മ്യൂസീഷ്യൻസ് ചെയ്യാറുണ്ടെങ്കിൽ പോലും ആ ഒരു സീൻസിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലാതെ എനിക്ക് തോന്നി. എങ്കിലും അളവിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആവശ്യമില്ലാതെ സ്കോറൊന്നും ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടില്ല. അതൊക്കെ GVM കറക്റ്റ് മീറ്ററിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സിനിമയിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെ പോലും ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ആക്ടർ, ആ ഒരൊറ്റ ആക്ടർ മതി ആ സിനിമയെ പിടിച്ചു നിർത്തിക്കൊണ്ട് പോകാനായിട്ട്. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു സംഭവമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും ഒരു കുടുംബമായിട്ട് ഫാമിലിയായിട്ട് പോയിരുന്ന് കാണത്തക്ക ഒരു നല്ല സിനിമയാണ്. എനിക്കെന്തായാലും ഈ സിനിമ വർക്കായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ IMDbയിലും മൂവി ബുക്കിങ്ങിലും ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷം ഞാൻ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെടുന്ന ഒരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.